മർദ്ദനക്കേസ് അല്ലെങ്കിൽ ഒരു പരാതി എന്ന നിലയ്ക്കാണ് കണ്ടിരുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് എത്രത്തോളം ക്രൂരമായാണ് ഒരു ചെറുപ്പക്കാരനെ പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നേടിയെടുക്കാൻ ആ ചെറുപ്പക്കാരൻ എത്രത്തോളം നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു എന്നതൊക്കെ അറിഞ്ഞത്. വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടനുബന്ധിച്ച് കോൺഗ്രസ് സംഘടിപ്പിക്കുമുണ്ടായി. അപ്പോൾ ഈ പുറത്താക്കൽ എന്ന ഒരു കടുത്ത നടപടിയിലേക്ക് ഉള്ള സൂചനകൾ വരുമ്പോൾ അത് നടപ്പാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഏതു വിധേനയും ഇവരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളോ ശ്രമങ്ങളോ ഉണ്ടാകുമോ? ഇല്ല, സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഗവൺമെന്റിനും കഴിയില്ല, DGPക്കും കഴിയില്ല, ആഭ്യന്തര വകുപ്പിനും കഴിയില്ല. കാരണം ഇത് പച്ചയായ ഒരു മർദ്ദനമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനൊരു കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് തന്നെയല്ല, ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തി. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയും ഈ പ്രോസിക്യൂഷൻ ഈ കേസും രണ്ടും രണ്ടാണ്. അത് ആരാണ് അഡ്വൈസ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി എന്ന് പറഞ്ഞാൽ അത് ഡൊമസ്റ്റിക് എൻക്വയറിയാണ്. അത് ഇവർ അവിവേകവും അതിക്രമവും വയലേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ചതിന് വേണ്ടി മാത്രമാണ് ആ ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുക. ആ ഡൊമസ്റ്റിക് എൻക്വയറി മേജർ പെനാൽറ്റി കൊടുക്കാം. അതിനകത്ത് ഇപ്പോൾ 2 ഇൻക്രിമെന്റ് ബാറാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു മൈനർ പെനാൽറ്റിയാണ്. മേജർ പെനാൽറ്റി ഈ BCJ വിഷയം ഉണ്ടെങ്കിൽ അവർക്കൊരു കമ്പൽസറി റിട്ടയർമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി കൊടുക്കാൻ പറ്റും. അപ്പം ഇപ്പൊ അത് ആരാണ് പരിഗണിച്ചത്? അതിന്റെ ഹയർ അതോറിറ്റി അത് മുഴുവൻ എവിഡൻസ് നോക്കിയിട്ട് ഒരു കമ്പൽസറി റിട്ടയർമെന്റ്, റിമൂവൽ ഫ്രം സർവീസ്, ഡിസ്മിസൽ ഫ്രം സർവീസ്, ഇത് മൂന്നും ഈ ഡൊമസ്റ്റിക് എൻക്വയറിയിലുള്ള കാര്യങ്ങളാണ്, ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിലാണ്. അപ്പൊ അത് ചെയ്തില്ലല്ലോ. ഇപ്പം ഗ്രേവായ ഒരു ക്രൈം കണ്ടിട്ട് അതിന്റെ ദൃശ്യം കണ്ടിട്ടും ആ മേലുദ്യോഗസ്ഥന്മാർ അത് ചെയ്തില്ല. ഇനിയാണെങ്കിലും ഹയർ പണിഷ്മെന്റ് കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് അത് കമ്പൽസറി റിട്ടയർമെന്റോ റിമൂവൽ ഫ്രം സർവീസോ ഡിസ്മിസലോ ഏത് വേണമെങ്കിലും കൊടുക്കാം. മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇതുവരെ കേസെടുത്തില്ലല്ലോ, പോലീസ് കേസെടുത്തില്ലല്ലോ. ഒരു ക്രിമിനൽ ഒഫൻസ് പോലീസ് സ്റ്റേഷനകത്ത് നടന്നാൽ അതിന് കേസെടുക്കണ്ടേ? അത് വെളിയിൽ ഒരാൾ തല്ലി കിട്ടി, പോലീസ് സ്റ്റേഷനിൽ പരാതി പറയില്ല, കുത്തി കിട്ടി, അടി കിട്ടി, ലാത്തിക്കടിച്ചു, അങ്ങനെ ഒരാൾ വെളിയിൽ വെച്ച് ഒരാൾ പരാതി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊടുക്കുമ്പോൾ അതിന് കേസെടുക്കും. പക്ഷെ പോലീസ് സ്റ്റേഷനകത്ത് ഇതേ കുട്ടി ആവർത്തിക്കാൻ എന്താ കേസെടുക്കാത്തത്? അവിടെയാണ് പോലീസിന് തെറ്റുപറ്റിയത്. അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു. ഡബിൾ ജപ്പാടി എന്ന് പറയുന്ന 2 പണിഷ്മെന്റ് അതൊന്നും അല്ല. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി എന്ന് പറയുന്നത് വേറെ, ക്രിമിനൽ കേസ് എടുക്കുന്നത് വേറെ. ശ്രീ ജോർജ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഈ സർക്കാർ സർവീസിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നത് അത്ര എളുപ്പം സാധ്യമായ കാര്യമല്ല. ഇവർക്ക് കോടതിയെ സമീപിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഒരു വലിയ തെളിവായി ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ നിയമപരമായി മറ്റൊരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ? അതോ ഇതിന്റെ ഒരു അവസാന റിസൾട്ട് എന്നത് ഈ ഉദ്യോഗസ്ഥരുടെ ജോലി പോകുമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അവരുടെ ജോലി പോകുമല്ലോ. അത് ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി തന്നെ ജോലി കളയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞത്. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയുടെ ഗ്രേവ് പണിഷ്മെന്റ് ആണ് കമ്പൽസറി റിട്ടയർമെന്റ്, റിമൂവൽ ഫ്രം സർവീസ്, ഡിസ്മിസൽ ഫ്രം സർവീസ്. അത് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയുടെ ഗ്രേവ് പണിഷ്മെന്റ് ആണ്. പക്ഷെ ക്രിമിനൽ കുറ്റത്തിന് കേസ് എടുത്തില്ലല്ലോ. 2020 ഉണ്ടായ സംഭവത്തിന് ഇന്ന് വരെ എടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുജിത്ത് ഒരു കാര്യം ചെയ്താൽ മതി. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മൊഴി കൊടുത്ത് അവിടുന്ന് SHOയോട് പറഞ്ഞത് ഇപ്പം കേസ് എടുക്കണം. അതിന് നിയമ തടസ്സമില്ല. കാരണം കേസ് എടുത്തില്ല പോലീസ്. ഇപ്പം റൈറ്റ് കംപ്ലൈന്റ് ആയിട്ട് കോടതിയിൽ ഒരു കേസ് സോമോട്ടായിട്ട് കോടതി എടുക്കുന്നത് പോലീസ് എടുക്കുന്നത് രണ്ടാണ്. അവിടെ വന്നോട്ടെ, കോടതി ആ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോട്ടെ. ഇവിടെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇനിയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് അത് കോടതി ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ഇപ്പം കോടതിയിൽ ഇരിക്കുന്ന ആ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് കോടതി സോമോട്ടായിട്ട് എടുത്ത കേസും രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒന്നിച്ച് ട്രയൽ നടത്താം. അതാണ് നിയമവശങ്ങൾ. ആണല്ലോ. അപ്പൊ ഇതുപോലെ കേരളത്തിലെ പല സ്ഥലത്തും ഞാനിപ്പോ മനസ്സിലാക്കുന്ന പലർക്കും വേറെ ഉണ്ട്. ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് എങ്കിലും ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത് വളരെ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോലീസ് പോകുന്നു. അവരുടെ ജോലി പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം